ഏറ്റവും കുറഞ്ഞ ചിലവിലൊരു ബോട്ടിംഗ് ചെയ്താലോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുട്ടനാട്ടിലൂടെ ഒരു ബോട്ടിംഗ്. അപ്പം ഞങ്ങളും വിചാരിച്ചു കുട്ടനാടൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, ദേവുവിനൊരു സന്തോഷമാവും. അങ്ങനെ ഞങ്ങൾ കുറഞ്ഞ ചിലവിൽ ബോട്ടിംഗ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ എടത്തുവയിൽ നിന്ന് നെടുമുടി വരെ പോകുന്ന സർക്കാർ ബോട്ടിലേക്കൊരു സവാരി. അപ്പോൾ വിളിച്ചന്വേഷിച്ചപ്പോഴാണ് 10 മണിയാകുമ്പോൾ രാവിലെ ബോട്ട് എടുക്കും, നെടുമുടി വരെ ബോട്ട് പോകും, അവിടുന്ന് തിരിച്ച് അതേ ബോട്ടിൽ തന്നെ തിരിച്ചു പോരാം, നമുക്ക് എടത്തുവയിൽ വന്നിറങ്ങാം. അപ്പം ടിക്കറ്റ് ചാർജ് വെറും 16 രൂപയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. അതിനകത്ത് കയറിയ ആൾക്കാർ, ഞങ്ങളിരിക്കുന്ന സമയത്ത് കയറിയ പകുതി ആൾക്കാരും ശരിക്കും കുട്ടനാട് കാണാനായിട്ട് ബോട്ടിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ വന്നത്. സവാരി ചെയ്യുന്ന ആൾക്കാരും അതിനകത്തുണ്ട്, അയ്യപ്പ ഭക്തന്മാരും ഒക്കെ അതിനകത്ത് കയറുന്നുണ്ടായിരുന്നു. ഓരോ ഓരോ ജെട്ടിയിലും ബോട്ട് അടുപ്പിക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് ബോട്ട് ജെട്ടിയുടെ അനുഭവങ്ങളൊക്കെ വളരെ ഇതാണ്. ഓരോ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തണ പോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് ബോട്ട് ചെന്നിട്ട് അടുക്കുന്നു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ കയറ് പിടിച്ചിട്ട് അത് വലിച്ചു പിടിക്കുകയും ആൾക്കാരെ കയറ്റുകയൊക്കെ ചെയ്യാൻ 2 പേരാണ്. അപ്പോൾ അവരുടെ ആ ഒരു സേവനം ഭയങ്കര വലുതാണ്. കാരണം അവർ ഓരോ സ്ഥലമാകുമ്പോൾ ഇറങ്ങിയിട്ട് നിന്നിട്ട് ഈ കയറിങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് ബോട്ട് അടുപ്പിക്കുന്നു, ആൾക്കാരെ കയറ്റുന്നു, വീണ്ടും ആ ബോട്ടിലേക്ക് വടം അടിച്ചിട്ടിട്ട് അവരത് കയറുന്നു, അടുത്ത ബോട്ട് ജെട്ടിയിലാകുമ്പോഴത്തേക്കിന് അവരങ്ങനെ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു. ആ ഒരു വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ നിന്ന് എടുക്കാൻ പറ്റി. നല്ല മനോഹരമായ വീഡിയോ ആണ്. അപ്പം ദേവുവും മാമനും മാമിയും അവളുടെ ഗിച്ചിച്ചേട്ടനും ഞങ്ങൾ ഒരുമിച്ചൊരു നല്ലൊരു ബോട്ടിംഗ് ചെയ്തു. അപ്പം കുറഞ്ഞ ചിലവിലൊക്കെ ബോട്ടിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ട്. സർക്കാർ ബോട്ടിൽ കുട്ടനാട് കാണാനൊക്കെയുള്ള, ആലപ്പുഴയിൽ നിന്നൊക്കെയുള്ള പല പല ബോട്ടുകളുണ്ട്, കൈനകരിക്ക് അങ്ങനെയൊക്കെ പോയി കഴിയുമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കായലിലൂടെ മനോഹരമായ യാത്രകളൊക്കെ കാണാം. പ്രൈവറ്റായിട്ടുള്ള ബോട്ടുകളുമുണ്ട്, ഹൗസ് ബോട്ടുകളുമുണ്ട്, സർക്കാർ ബോട്ടുകളുമുണ്ട്. അപ്പം കുറഞ്ഞ റേറ്റിൽ എങ്ങനെ നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാമെന്ന് ഉള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പം കുറഞ്ഞ ചിലവിൽ എങ്ങനെ ബോട്ടിംഗ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അതൊരു രസമായിരിക്കുമല്ലോ, ഈ കുട്ടനാടും ബോട്ടും ഒക്കെ. അപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബോട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു നല്ല അനുഭവമായിരുന്നു. മോൾക്കും അതൊരു നല്ല അനുഭവമായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഈ ബോട്ടും കാര്യങ്ങളും ഒക്കെ കാണുന്നത് തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ദിവസം, നല്ലൊരു ദിവസം അത് കഴിഞ്ഞു. അത് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ തിരിച്ച് പട്ടാമ്പിക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ദേവു എപ്പോഴും പറയും നമുക്ക് തിരിച്ചു പോകുമ്പോൾ അടുത്ത പ്രാവശ്യം വേറെ സ്ഥലത്തൂടെ ബോട്ടിൽ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് കൈനകരിക്കൊക്കെ നമുക്കൊരു സർവീസിന് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ബോട്ടിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വലിയ വലിയ പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റാത്ത ഒരു സാധാരണക്കാർ, ഞങ്ങളെപ്പോലെ സാധാരണക്കാർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഉള്ള സർവീസുകളെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു സർവീസാണ്. അവിടുത്തെ ആ ബോട്ടിലുള്ള എല്ലാ ജീവനക്കാരും നമ്മളോട് എത്ര നന്നായിട്ടാണ് പെരുമാറിയത്. പല ആൾക്കാരും ഇങ്ങനെ ചുറ്റാനായിട്ടൊക്കെ വന്നവരാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു അയ്യപ്പ ഭക്തരൊക്കെ വന്ന്, ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ വന്ന് ആ ബോട്ടിൽ കയറുന്നുണ്ടായിരുന്നു. ബോട്ടിലേക്ക് ഓടി വന്നിട്ട് ഒരു മാളികപ്പുറവും അയ്യപ്പനും ഒക്കെ വന്ന് കയറുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് വീഡിയോസൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റി, കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ നെടുമുടി വരെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ എടത്തുവയിൽ വന്നിറങ്ങി. അപ്പോൾ വല്ലാത്ത നല്ലൊരു അനുഭവമായിരുന്നു. വീഡിയോസ് എല്ലാവരും ഫുള്ള് കാണണം.
അപ്പം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.